ബിഗ് ബോസ് സീസൺ 7 മലയാളം എപ്പിസോഡ് 84-ന്റെ റിവ്യൂ. നെവിനെതിരെ മോഹൻലാൽ സംസാരിച്ചെങ്കിലും എല്ലാവരും കരുതിയതുപോലെ പൊളിച്ചടുക്കിയൊന്നുമില്ല നെവിൻ കൃത്യമായ പോയിന്റുകളാണ് നൽകിയത്. അനുമോൾ ഇന്ന് നല്ല കൂട്ടനസ് കിട്ടും മെഴുകിയിരിപ്പുണ്ടായിരുന്നു. വഴിച്ച് ശരിക്കും ഫേക്കാണ് അനുമോൾ. എന്താണ് നെവിൻ ചെയ്തതെന്ന് മോഹൻലാൽ ചോദിക്കുന്നു. നെവിൻ പറഞ്ഞു അനുമോളിന്റെയും ഷാനവാസിന്റെയും ഇഷ്യൂ എന്ന്. ഇങ്ങനെ ചെയ്ത എന്തെങ്കിലും അറ്റൻഷൻ കിട്ടുമോ എന്ന് മോഹൻലാൽ നെവിനോട് ചോദിക്കുന്നു. ഞാൻ എന്റെ സ്പേസിലാണ് ഇവിടെ നിൽക്കുന്നതെന്നും വേണമെങ്കിൽ ബിഗ് ബോസിനെയോ പ്രേക്ഷകരെയോ നോക്കാതെ എനിക്ക് നിവിനെ തിരിച്ചു വിളിക്കാമെന്നും മോഹൻലാൽ. അനുമോളുടെ കട്ടിലിൽ വെള്ളമൊഴിച്ച വീഡിയോ മോഹൻലാൽ പ്ലേ ചെയ്ത് കാണിക്കുന്നു. ഇങ്ങനെ എഴുന്നേൽപ്പിച്ചിരുത്തേണ്ട ആവശ്യമുണ്ടോ എന്ന് മോഹൻലാൽ ചോദിക്കുന്നു. പട്ടി കുലിക്കില്ലേ, അല്ലെങ്കിൽ ബിഗ് ബോസ് അനൗൺസ്മെന്റ് ചെയ്യില്ലേ എന്നൊക്കെ മോഹൻലാൽ പറയുന്നു. എന്താണ് അനുമോളും നെവിനും തമ്മിലുള്ള പ്രശ്നമെന്ന് മോഹൻലാൽ ചോദിക്കുന്നു. നേരത്തെ ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നമില്ലെന്ന് അനുമോൾ. അന്ന് നെവിനെ എല്ലാവർക്കും ഇഷ്ടമായിരുന്നുവെന്നും വീട്ടുകാരൊക്കെ വന്നതിന് ശേഷം പുറത്ത് നല്ല അഭിപ്രായമാണ് ഉള്ളതെന്ന് അറിഞ്ഞതിന് ശേഷം ആണ് നെവിൻ ഇങ്ങനെ മാറിപ്പോയതെന്ന് അനുമോൾ. അങ്ങനെയാണോ എന്ന് നെവിനോട് മോഹൻലാൽ. പുറത്ത് ഏഷ്യനെറ്റിന് പല പരാതികളും നെവിനെതിരെ വരുന്നുണ്ടെന്ന് മോഹൻലാൽ. നെവിനും അനുമോളും തമ്മിലുള്ള ഇഷ്യൂവിനെ പറ്റി മോഹൻലാൽ എല്ലാവരോടും ചോദിക്കുന്നു. നൂറ പറയുന്ന പുറകെ നടന്ന അനുവിനെ ഇറിറ്റേറ്റ് ചെയ്യാണ് നെവിൻ ചെയ്യുന്നതെന്ന്. നെവിൻ പലപ്പോഴും കട്ടെടുക്കുന്നതിനെ പറ്റി അനുമോൾ പറയുന്നു. അനുമോളും കട്ടെടുക്കുന്നില്ലേ എന്ന് നെവിൻ തിരിച്ചു ചോദിക്കുന്നുണ്ട്. നെവിനും അക്ബർ മാത്രമല്ലോ നിങ്ങളും ഫുഡ് കഴിക്കുന്നില്ലേ എന്ന് മോഹൻലാൽ ചോദിക്കുന്നുണ്ട്. ഞങ്ങളൊക്കെ കഴിക്കുന്നുണ്ട്, ഞങ്ങളും പറഞ്ഞിട്ടാണ് കഴിക്കുന്നതെന്ന് നൂറ വലിയ കമ്മയിൽ. എല്ലാവരും മോഷിച്ച് കഴിക്കുന്നുണ്ട് കട്ടെടുത്ത്, പിന്നെ എന്തുകൊണ്ടാണ് ഈ വഴക്കുണ്ടാകുന്നതെന്ന് മോഹൻലാൽ. അവിടെ ശരിക്കും പറഞ്ഞാൽ കട്ടെടുക്കാത്ത ഒറ്റ ഒരാളേ ഉള്ളൂ, അത് അനീഷാണ്. അനീഷ് തനിക്ക് അർഹിക്കുന്ന മാത്രമേ എടുക്കാറുള്ളൂ. സാബുമാനാകട്ടെ അവിടെ 2 അടുക്കളയൊക്കെ ഉണ്ടായപ്പോൾ ശരിക്കും എൻജോയ് ചെയ്തു. കിച്ചണിൽ കയറിയപ്പോൾ മുതൽ നെവിൻ അഗ്രസീവ് ആയിരുന്നു എന്നും ബാധ കയറിയതുപോലെയാണ് നെവിൻ പെരുമാറിയതെന്നും അനീഷ് ഓരോ സാധനങ്ങളൊക്കെ ഒളിപ്പിച്ചു വയ്ക്കുകയും. ഷാനവാസിന്റെ ഇഷ്യൂവിനെ പറ്റി മോഹൻലാൽ ചോദിക്കുന്നു. ആ വീഡിയോ കാണിച്ചു കൊടുക്കുന്നു. താൻ ഇന്റൻഷനായിട്ട് ചെയ്തതല്ലെന്നും നെവിൻ. അത് അങ്ങനെ ഗെയിമിന്റെ ഭാഗത്ത് സംഭവിച്ചതാണെന്നും നെവിൻ. ഷാനവാസിനെ കൺവെൻഷൻ റൂമിൽ എത്താൻ 8 മിനിറ്റോളം എടുത്തതിനെ പറ്റി മോഹൻലാൽ ചോദിക്കുന്നു. പലതവണ ചോദിക്കുന്നുണ്ട് അത്. ഷാനവാസ് വീണപ്പോൾ ശരിക്കും മനുഷ്യത്വത്തോടെ പെരുമാറിയത് അനീഷ് മാത്രമാണ്. എഴുന്നേക്കു ഷാനവാസ്, നമുക്ക് കൺവെൻഷൻ റൂമിൽ പോവാം എന്നൊക്കെ പറഞ്ഞ് അനീഷ് വിളിക്കുന്നുണ്ടായിരുന്നു. ബാക്കിയുള്ളവരെല്ലാം അവിടെ ഡ്രാമ കളിക്കുകയാണ് ചെയ്തത്, വഴക്കുണ്ടാക്കിയതിനെ പറ്റി മോഹൻലാൽ ചോദിക്കുന്നു. ആദ്യം ഡ്രാമയാണെന്നാണ് കരുതിയതെന്ന് ആര്യനും അക്ബറും. പിന്നീടാണ് ഞങ്ങൾക്ക് അതിന്റെ സീരിയസ്നെസ് മനസ്സിലായതെന്ന് അവർ. പിന്നീട് ഞങ്ങൾ കൺഫെഷൻ റൂമിൽ എത്തിക്കാൻ ശ്രമിച്ചപ്പോൾ അനുമോളും ആദിലും നൂറയും ഞങ്ങൾ കാരണമാണ് ഇത് പ്രശ്നം ഉണ്ടായതെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളെ തൊടാൻ പോലും സമ്മതിച്ചില്ല എന്ന് ആര്യനും അക്ബറും. കാലതാമസത്തെപ്പറ്റി പിന്നെയും ചോദിച്ചപ്പോഴും അനുമോളും നൂറയും ആദിലയും ഒന്നും അതിൽ ബോധേഡല്ല. അവർ ഡ്രാമ കളിച്ചത് അവർ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യുന്നില്ല. ഷാനവാസിനെ താൻ കൊല്ലാൻ നോക്കിയെന്നാണ് ആദിലയും നൂറയും അനുമോളൊക്കെ പറഞ്ഞതെന്ന് നെവിൻ. അതെന്താണ് അങ്ങനെ പറഞ്ഞതെന്ന് ആദിലയോട് മോഹൻലാൽ ചോദിച്ചപ്പോൾ അപ്പോഴത്തെ ആ സിറ്റുവേഷനിൽ പറഞ്ഞതെന്ന് ആദില. ശരിക്കും അപ്പോഴത്തെ സിറ്റുവേഷൻ മാത്രമല്ല പറഞ്ഞു, പിറ്റേ ദിവസവും അവർ അത് പറഞ്ഞ നെവിനെതിരെ പ്രയോഗിക്കുന്നുണ്ടായിരുന്നു. അത്രയ്ക്ക് വിഷമമായിരുന്നെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ടാണ് ചിരിച്ചും കളിച്ചും അന്ന് നടന്നത് എന്ന് നെവിൻ. ഞങ്ങളുടെ വിഷമം ഞങ്ങൾ ഉള്ളിൽ തന്നെ വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് ആദില. ഓ, എന്തൊരു കപടത. ഷാനവാസ് ആശുപത്രിയിൽ പോയതിനു ശേഷം ഞാൻ പോകാൻ റെഡിയായി തന്നെ നിൽക്കുമായിരുന്നു എന്നും നല്ല ഡ്രസ്സൊക്കെ ഇട്ട് എന്റെ പായ്ക്കൊക്കെ ചെയ്ത് നിൽക്കുമായിരുന്നു എന്നും നെവിൻ. അത് ഡ്രാമ ആയിരുന്നോ എന്ന് മോഹൻലാൽ. അല്ലെന്ന് നെവിൻ. അക്ബർ പാത്രം കഴുകാൻ പറഞ്ഞതാണ് പ്രശ്നം ഉണ്ടാകാൻ കാരണമെന്ന് അനുമോൾ. ഇതൊരു ഗെയിമല്ലേ, അപ്പോൾ അങ്ങനെയൊക്കെ പലതും പറയൂലെന്ന് അക്ബർ. ആർട്ടിന്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ട് അയാൾ വീണുപോയപ്പോൾ അതിൽ ഞങ്ങൾ എങ്ങനെ കുറ്റക്കാരനാകുക എന്ന്. കിച്ചണെടുത്ത് മോശം തീരുമാനമല്ലേ എന്ന് മോഹൻലാൽ ചോദിക്കുന്നു. ക്യാപ്റ്റൻസി കിട്ടിയപ്പോൾ അധികാരത്തിന്റെ മത്ത് പിടിച്ചതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് അനീഷ് പറയുന്നു. 3 ക്യാപ്റ്റന്മാരും സ്ട്രെസ് ഓവറായിട്ട് കൊടുത്തുകൊണ്ടാണ് ഇങ്ങനെ ഷാനവാസിന് സംഭവിച്ചതെന്ന് ആദില. ഷാനവാസ് വീണപ്പോൾ ശരിക്കും 8 മിനിറ്റ് മുതലാക്കിയത് പെൺകുട്ടിമാരും അനുമോളുമാണ്. ടിക്കറ്റ് ഫിനാലെ ടാസ്കിനിടയിൽ മോഹൻലാൽ നൂറയെ അഭിനന്ദിച്ചു. സാബുമാന്റെ ഗെയിമിനെ പറ്റിയൊക്കെ മോഹൻലാൽ ചോദിക്കുന്നുണ്ടായിരുന്നു. ഉല്ലാസയാത്ര ടാസ്കിൽ കാറി വെച്ച നൂറ തന്നെ ഉപദ്രവിക്കുന്നുണ്ടായിരുന്നു എന്ന് അനീഷ്. തന്നെ മാന്തിപ്പറിക്കുന്നുവെന്നും തോളത്ത് കൈയിട്ട് ബലം കൊടുത്ത് തന്നെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടായിരുന്നുവെന്നും അനീഷ്. സിഗരറ്റ് റൂമിൽ വെച്ച് കരയുന്ന നിവിനെ ആശ്വസിപ്പിക്കുന്ന ആര്യൻ. നൂറയ്ക്ക് കിട്ടിയിരിക്കുന്ന ടിക്കറ്റ് ഫിനാലെ ഫലകത്തിൽ നോക്കിയിരിക്കുന്ന നൂറയും ആദിലയും സ്വയം അഭിമാനിക്കുന്ന നിമിഷങ്ങൾ. വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ചെയ്യണേ. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട മത്സരാർത്ഥിയെ പറ്റി കമന്റ് ചെയ്യൂ.